ഹായ് ഫ്രണ്ട്സ്, ഞാനുള്ളതേ ഞങ്ങളുടെ അരിമ്പ സ്കൂളിലെ ഞങ്ങളുടെ ഹോം ഗ്രൗണ്ട്, പ്രത്യേകിച്ച് ഈ മെക്സവൻ്റെ ഹോം ഗ്രൗണ്ടും അതുപോലെ തന്നെ അരിമ്പൻ്റെ കണ്ണായ സ്ഥലമുണ്ട്. ഇവിടെ നിന്നുള്ള ചെറിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്താണ് മെക്സവൻ, ഇവിടെ വന്നാൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. കാരണം ഞാനും ഈ ഒരു മെക്സവൻ്റെ അംഗമാണ്. അതുകൊണ്ട് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ കാര്യം ആരും മറക്കരുത് കേട്ടോ, പ്രത്യേകിച്ച് പറയണേ. ഓക്കെ, നമുക്കൊന്ന് പോയി വയ്ക്കാമല്ലോ. എന്നിട്ട് കയ്യും കാലും വേദനയും ഷോൾഡറൊക്കെ നല്ല വേദനയും കാര്യമായിരുന്നു. ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇത് 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഓള്. ഓളിപ്പാന്റെ ഒറ്റ ദിവസം വന്ന ആളാണ്. ഈ ഷോൾഡർ നല്ലോണ്ടായിരുന്നു, അത് നല്ല ആശ്വാസം. ഞാൻ ആദ്യം പറഞ്ഞ അരിമ്പ്രയുടെ ആ കണ്ണായ സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെയും കളിക്കും, നമ്മളെ ഹോം ഗ്രൗണ്ടിൽ അവിടെയും കളിക്കും. ഇതെല്ലാം ഞങ്ങളുടെ തന്നെയാണ്. ഈ മെക്സവനിൽ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് മാറ്റങ്ങൾ കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ ഒരു വീഡിയോ ഇട്ട് വന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ജനങ്ങൾ ഇന്ന് ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് ആകെ പൊറുതിമുട്ടി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ആശ്വാസം ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള ആൾക്കാർക്ക്, ഇനിയുള്ള തലമുറക്ക് ഇത് വരാണ്ടിരിക്കാൻ കൂടിയാണ് സലാഹുദ്ദീൻ സാറ് ഇത് തുടക്കം കുറിച്ചത്. ആകെ സുഖമില്ലാതെ വന്നൊരു മനുഷ്യനായിരുന്നു. എൻ്റെ ക്രിയേറ്റിനൊക്കെ 1.7 ആകെ സ്വീപ്പയക്കുന്ന നേരത്താണ്. ഇപ്പം ഞാൻ ഇന്നലെ ഒരു മാസം കഴിഞ്ഞ ഉടനെ തന്നെ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ മാറ്റം കണ്ടു തുടങ്ങി. ഇപ്പം ഇന്ന് 4 ദിവസം മുന്നേ പോയിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പം 1.1 എല്ലാം നോർമലാണ്. അപ്പോൾ ഇത് നിസ്സാരാക്കി തള്ളാതെ വളരെ ഉഷാറായിട്ട് എല്ലാവരും മുന്നോട്ട് കൊണ്ട് അതിന് പ്രതിഫലം ചെയ്യുന്ന അനുഭവത്തിൽ കൂടെ അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ മെസ്സേജ് തരുന്നത്. പിന്നെ ഇതിന് പ്രായം ഒരു പ്രശ്നമല്ല. കണ്ടില്ലേ, ആ 10 വയസ്സുള്ള മോള് തൊട്ട് 80 വയസ്സുള്ള ആൾ വരെ ഇന്ന് ഈ യോഗ ക്ലാസ്സിലൂടെ പങ്കെടുക്കുന്നുണ്ട്. അതന്നെ ഒരു ഭയങ്കര എന്താ പറയുക, അത്രയൊരു സംഭവം തന്നെയാണിത്. പിന്നെ പ്രത്യേകിച്ച് രാവിലെ നാട്ടുകാരൊന്നായിട്ട് ഒരുമിച്ച് കൂടി ഒരു അരമണിക്കൂർ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് നടന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ള വിവിധ രാഷ്ട്രീയ മതസംഘടന നേതാക്കളും അല്ലാത്തവരും സാധാരണക്കാരും എല്ലാവരും ഒന്ന് കൂടുക എന്ന് പറഞ്ഞാൽ അതിന് തന്നെ ഒരു സുഖം വേറെ തന്നെയല്ല. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ജിമ്മിന് പോയിരുന്നു എൻ്റെ വെയിറ്റ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ജിമ്മ് കൊണ്ടും എനിക്ക് അത് വെയിറ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ഇത് തുടങ്ങി എൻ്റെ ശേഷം എൻ്റെ വെയിറ്റ് ഇപ്പം 5 കിലോ കുറഞ്ഞിരിക്കുകയാണ്. ഞാൻ വന്നിട്ട് 2 മാസത്തിന്റെ മേലായി. എന്തൊക്കെയാണ് ഉപകാരങ്ങൾ കിട്ടിയത്? എനിക്ക് ഉപകാരങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ വെച്ചു. ഷുഗറൊക്കെ 130, 120 പിന്നെ വെയിറ്റുകളൊക്കെ കുറേ കുറഞ്ഞു. വെയിറ്റ് ഒരു 95 കിലോയിൽ നിന്ന് ഒരു 84 മാറി. അപ്പോൾ അങ്ങനെ വളരെ മെച്ചങ്ങളുണ്ട്. കിതപ്പൊക്കെ പോയി ഉഷാറായിട്ട് നടക്കാൻ വെച്ചു. മറ്റേ നടക്കലില്ലേന് വണ്ടിമേലായിരുന്നു പള്ളിക്കൊക്കെ പോയിരുന്നത്. ഇപ്പം നടന്നു പോവും, നടക്കാൻ വെച്ചു. വളരെ സുഖമാണ്. ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ആയി പോകാണ്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ സാറായി.
എന്നും വില ഉണ്ടോ? എന്നും വില ഉണ്ട്. കളി സാറല്ലേ? അരിമ്പറ സാറല്ലേ? അപ്പൊ എന്നും വരിക കേട്ടോ. പിന്നെ കിട്ടിയാണ് എന്തൊക്കെ നേട്ടം കിട്ടിയത്? പിന്നെ എന്നും വില ഉണ്ടോ? തുടങ്ങി അന്ന് ഒന്നും നിർത്തിയില്ല. നവംബർ 31 ഞാൻ ബെറ്റിൽ തുടങ്ങിയത്. എനിക്ക് എന്റെ ഫസ്റ്റ് എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്നു. 35 കൊല്ലം ഗൾഫിലൊക്കെ നിന്ന ആളാണ്. അത് വന്നിട്ട് ഇവിടെ വന്നിട്ട് കയ്യും കാലും വേദനയും ഷോൾഡറൊക്കെ നല്ല വേദനയും കാര്യമായിരുന്നു. ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കാലിന്റെ മസിലിന്റെ വേദന അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ശരിക്ക് കഴിയുന്നുണ്ട്. സാറല്ലേ എന്നും കളിക്കാൻ വല്ലണ്ടോ? കളിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് തോന്നില്ലേ? ഹാപ്പി അല്ലേ? അബ്ദുൽ അസീസ്. എത്ര ഇവിടെ വല്ല വീട്ട്? 1.5 മാസം. 1.5 മാസം കൊണ്ട് ഗുണങ്ങൾ പറയാം. നല്ലോണ്ടായിരുന്നു. അത് നല്ല ആശ്വാസമുണ്ട്. വേനോട് നടക്കാനും ഭയങ്കര പ്രയാസമുണ്ട്. സ്റ്റെപ്പ് ഇറക്കാനും കയറാനൊക്കെ അതൊക്കെ നല്ല സുഖമുണ്ട്. എല്ലാം കൂടെ ഓക്കെയാണ് അല്ലേ? അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആ കാര്യങ്ങൾ അവർ മറക്കരുത്. ഒന്ന് പറഞ്ഞു കൊടുത്ത അത്ര. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ വന്നോളി, കളിച്ചോളി, പോയിക്കോളി. ഓക്കെ.